കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ 4 പേജിൽ കവിയാത്ത ഉപന്യാസം നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. വേറൊന്നുമല്ല, 50,000 രൂപയ്ക്ക് താഴെ എനിക്ക് നല്ല സ്മാർട്ട് ഫോൺ വേണം. ആ റേഞ്ചിൽ കിട്ടാവുന്ന 2 ജില്ലാടി സ്മാർട്ട് ഫോണുകളാണ് ഇത് രണ്ടും. Xiaomi CV14 എന്ന് പറഞ്ഞ ഇവനും ഈ ഒരു മരക്കഷ്ണം കണ്ടോ, ഈ മരക്കഷ്ണം മോട്ടോ എഡ്ജ് 50 അൾട്രയും. നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോയിലൂടെ ഇത് വാങ്ങണോ എന്നുള്ള കൺഫ്യൂഷൻ മാറ്റിത്തരാം. നമുക്ക് ഈ 2 സ്മാർട്ട് ഫോണിന്റെ ഡിസൈൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. അതായത് നിങ്ങൾ ഈ സ്മാർട്ട് ഫോണൊക്കെ മേടിക്കുമ്പോഴല്ലോ അതിൻ്റെ കൂടെ നിങ്ങൾ കേസ് ഇടാറുണ്ടോ? അല്ല, ഈ ഡിസൈൻ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ കേസ് ഇടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. കാരണം മോട്ടോയുടെ ബോക്സിനകത്ത് ഇതേപോലത്തെ ഒരു ഹാർഡ് പ്ലാസ്റ്റിക് കേസ് കിട്ടുന്നുണ്ട്. Xiaomi CV14 പെട്ടി നമ്മൾ തുറന്നു കഴിഞ്ഞാലേ അതിനകത്തും അതേപോലത്തെ ഒരു മാറ്റ് ഫിനിഷുള്ള ഹാർഡ് പ്ലാസ്റ്റിക് കേസ് കിട്ടുന്നുണ്ട്. 2 സ്മാർട്ട് ഫോൺസിൻ്റെയും അലുമിനിയം ഫ്രെയിമാണ്. നമ്മുടെ Xiaomi ബാക്ക് സൈഡ് നിങ്ങൾക്ക് ഗ്ലാസ് വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ വുഡൻ ഫിനിഷ് ആണ്. ലൈക്ക് ഇങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ആക്ച്വലി ഒരു വുഡൻ ഫീൽ വരുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളിപ്പോൾ ഈ ഒരു 50 MP ഒക്കെ എഴുതിയേക്കണുണ്ടല്ലോ, ഇതൊക്കെ കാണുമ്പോൾ ഒരു വുഡിൽ എൻഗ്രേവ് ചെയ്തൊരു ഫീൽ വരുന്നുണ്ട്. പേഴ്സണലി എന്നോട് ചോദിക്കുവാണെങ്കിൽ കുറേ നാളായിട്ട് ഫോണിൽ അൺബോക്സ് ചെയ്യുമ്പോൾ കണ്ടിട്ടൊരു വെറൈറ്റി എനിക്ക് തോന്നിയത് ഇതിലാണ്. ഇതിൻ്റെ വീഗൻ അതർ ഫിനിഷും വരുന്നുണ്ട്, ബട്ട് വീഗൻ അതറൊക്കെ ഇപ്പോൾ കോമൺ ആയി തുടങ്ങി. ബട്ട് ഈ ഒരു വുഡൻ ഫിനിഷ് ഒരു വ്യത്യാസമുണ്ട്. പ്ലസ് ഇവരെന്തോ പെർഫ്യൂം ഒക്കെ ഇതിനകത്ത് അടിച്ചു വെച്ചിട്ടുണ്ട്. ഓൾസോ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, കയ്യിൽ പിടിക്കുന്ന സമയത്തുണ്ടല്ലോ ഇതിൻ്റെ ഫ്രെയിം കുറച്ച് കേർവ്ഡ് ആണ്. കണ്ടില്ലേ, നമ്മുടെ കൈ ഇങ്ങനെ നോക്കിയപ്പോൾ കൈൻ്റെ ആ ഒരു കർവേച്ചറിലാണ്. ഇത് കുറച്ചുകൂടി ഫ്ലാറ്റ് ആണ് ഇതിൻ്റെ സൈഡ്സ്. സോ കൈ പിടിക്കുമ്പോഴും കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയത് മോട്ടോ ആണ്. ബട്ട് ഫ്ലാറ്റ് സൈഡ്സ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഫ്രെയിം ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് Xiaomi CV ചൂസ് ചെയ്യാം. ബട്ട് കുറച്ചുകൂടി ഹാൻഡി ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ആണെങ്കിൽ നിങ്ങൾക്ക് അൾട്ര ചൂസ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് രണ്ടിൻ്റെ സൈസ് വ്യത്യാസമുണ്ട്. ഇത് കുറച്ചുകൂടി വലിയ ഫോണാണ് മോട്ടോയുള്ള അൾട്ര, ഇത് കുറച്ചുകൂടി കോമ്പാക്ട് ഫോൺ. ഇതിലും ഡിസൈൻ സബ്ജക്റ്റീവ് ആണ്. ഈ 2 സ്മാർട്ട് ഫോൺസിൽ ഏത് ഡിസൈനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? ഗ്ലാസ് ബാക്ക് ആണോ അത് വുഡൻ ഫിനിഷ് ആണോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. താഴെ 2 സ്മാർട്ട് ഫോൺസിലും സ്പീക്കർ ഗ്രില്ല്, ടൈപ്പ് സി പോർട്ട്, മൈക്രോഫോൺ, അതേപോലെ ഡ്യുവൽ നാനോ സിം ഇടാൻ പറ്റുന്ന സിം ട്രേ ഉണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് 2 ടൈപ്പ് സി ആണെങ്കിൽ മോട്ടോറോളയുടെ അകത്ത് നിങ്ങൾക്ക് ടൈപ്പ് സി 3.1 Gen 2 ആണ് കിട്ടുന്നത്. Xiaomi CV14 നിങ്ങൾക്ക് ടൈപ്പ് സി 3.2 ആണ് കിട്ടുന്നത്. എന്നാൽ ഇവിടെ ഒരു കാര്യത്തിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കും, അതായത് 3.2 അല്ല 3.1 Gen 2-നേക്കാളും ബെറ്റർ. കാരണം 3.2 നിങ്ങൾക്ക് 5 Gbps വരെ കിട്ടുള്ളൂ. 3.1 Gen 2 നിങ്ങൾക്ക് 10 Gbps വരെ സ്പീഡ് കിട്ടും. സോ ടെക്നിക്കലി 3.2-നേക്കാൾ കുറച്ചുകൂടി ബെറ്റർ 3.1 Gen 2 ആണ്. സോ ആ ഒരു പേര് കണ്ടിട്ട് നിങ്ങൾ കൺഫ്യൂസ് ആവരുത്. കൂടുതലായിട്ട് 2 സ്മാർട്ട് ഫോൺസും സെക്കൻഡറി മൈക്കും അതേപോലെ സ്റ്റീരിയോ സ്പീക്കറിന്റെ 2ാമത്തെ സ്പീക്കറും കാണാം. Xiaomiയിൽ നിങ്ങൾക്ക് IR ബ്ലാസ്റ്ററിന്റെ ഒരു ഫെസിലിറ്റി കിട്ടുന്നുണ്ട്. ഇതിനകത്ത് IR ബ്ലാസ്റ്റർ ഇല്ല, മറിച്ച് അവിടെ ഡോൾബി അറ്റ്മോസ് എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഡോൾബി അറ്റ്മോസ് പവർഡ് ആയിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. ഇനി ഫ്രണ്ട് സൈഡിൽ 2 സ്മാർട്ട് ഫോൺസ് ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്റ്റഡ് ആണ്. മോട്ടോറോളയിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ആണ്. ഇതിനകത്ത് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, മോട്ടോറോളയുടെ ഡിസ്പ്ലേ ഉണ്ടല്ലോ ഇതൊരു 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ്. ഈ സൈഡ്സ് കണ്ടില്ലേ, സൈഡ്സ് ആണ് കർവ്ഡ് ആയിട്ടുള്ളത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഓൾ സൈഡ്സ് എല്ലാ സൈഡിലും ചെറിയൊരു കർവേച്ചർ വന്നിട്ടുണ്ട്. ബട്ട് ഈ 2 ഡിസ്പ്ലേയിൽ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമുണ്ട് ഈ ഒരു കർവേച്ചർ കാരണം. അത് ഞാൻ ഡിസ്പ്ലേ സെക്ഷനിൽ പറയാം. ഒരു കാര്യം നോട്ട് ചെയ്യുക, Xiaomiക്കകത്ത് ഓൾറെഡി പ്രീ അപ്ലൈഡ് ആയിട്ട് ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ വരുന്നുണ്ട്. ബട്ട് മോട്ടോറോളയിൽ നിങ്ങൾക്ക് പ്രീ അപ്ലൈഡ് സ്ക്രീൻ പ്രൊട്ടക്ടർ വരുന്നില്ല. കർവ് ഡിസ്പ്ലേ ഫോണുകളിൽ നിങ്ങൾ സ്ക്രീൻ പ്രൊട്ടക്ടർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എന്ന് മോട്ടോറോളയും അതേപോലെ Xiaomi ഇവർ 2 കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. കൂടെ പാക്കേജിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു സ്റ്റിക്കർ കിട്ടും. ഇതെന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പോർട്ടുകളുടെ ഒട്ടിക്കാനാണ്. സോ നിങ്ങളിപ്പോൾ തേർഡ് പാർട്ടി സ്ക്രീൻ പ്രൊട്ടക്ടേഴ്സ് UV സ്ക്രീൻ പ്രൊട്ടക്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റിക്കേഴ്സ് കണ്ടില്ല, ഈ സ്റ്റിക്കേഴ്സ് നിങ്ങളുടെ പോർട്ടുകളുടെ അതേപോലെ വോളിയം കീസിലെല്ലാം ഒട്ടിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. 2 പേരും വാൺ ചെയ്തിട്ടുണ്ട്. പണ്ട് ഇതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ പല ആൾക്കാരും എന്നെ കളിയാക്കി UV ഒട്ടിച്ചാൽ ഒന്നും പ്രശ്നമൊന്നും ആവില്ല എന്ന്. ബട്ട് ഇപ്പോൾ കമ്പനീസ് തന്നെ പറയുന്നുണ്ട്. സോ പ്ലീസ് ഡോണ്ട് ഇഗ്നോർ. ബിൽഡ് ക്വാളിറ്റി വൈസ് 2 സ്മാർട്ട് ഫോണും അടിപൊളിയാണെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കുക, മോട്ടോറോളയിൽ നിങ്ങൾക്ക് IP68 റേറ്റിംഗ് വരുന്നുണ്ട്. ഇതിനകത്ത് IP68 റേറ്റിംഗ് വരുന്നില്ല. 68 എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾക്ക് ഇത് വെള്ളത്തിനകത്ത് മുക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് വെള്ളത്തിൽ മുക്കാൻ പറ്റില്ല. സ്പ്ലാഷ് ഒക്കെ വേണം കുഴപ്പമില്ല, ബട്ട് മുക്കി വെക്കാൻ പറ്റില്ല. ഇത് ഡയറക്റ്റ് വെള്ളത്തിൽ മുക്കാം. സോ ദാറ്റ് ഈസ് എൻ അഡ്വാൻറ്റേജ്. ഇനി നമുക്ക് 2 സ്മാർട്ട് ഫോൺസിന്റെ ഡിസ്പ്ലേയിലേക്ക് വരാം. മോട്ടോറോളയ്ക്ക് അത്ര 6.7 ഇഞ്ചിന്റെ 1.5K 144 ഹെർട്സിന്റെ ഒരു POLED ഡിസ്പ്ലേ ആണ്. HDR10+ ഡിസ്പ്ലേ ആണ്. പ്ലസ് ഇതേപോലെ കർവ്ഡ് സൈഡ്സ് ആയതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഒരു ബെസൽലെസ് ഡിസ്പ്ലേ ആണ്. അതിനൊപ്പം തന്നെ ഇതൊരു പാൻടോൺ വാലിഡേറ്റഡ് ഡിസ്പ്ലേ ആണ്. അതായത് കളേഴ്സ് കുറച്ചുകൂടി ട്രൂ ടു ലൈഫ് ആയിരിക്കും. ആൻഡ് ഈ ഡിസ്പ്ലേക്കകത്ത് നിങ്ങൾക്ക് വാട്ടർ ടച്ച് ലഭിക്കുന്നുണ്ട്. സോ വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ ടച്ച് വർക്ക് ചെയ്യും നന്നായിട്ട്. മറുഭാഗത്ത് Xiaomiയുടെ ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ ഇതിന്റെ ഓൾ സൈഡ്സും കർവ്ഡ് ആണ്. ഇതൊരു 6.55 ഇഞ്ചിന്റെ ഒരു 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉള്ള HDR10+ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡോൾബി വിഷൻ AMOLED ഡിസ്പ്ലേ ആണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിന്റെ ഡിസ്പ്ലേ എല്ലാ സൈഡിലും കർവ്ഡ് ആണെങ്കിലും ആ ഒരു കർവേച്ചർ വന്നിരിക്കുന്നത് മൊത്തം ബെസലിലാണ്. ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ആ ഒരു ബെസൽ കാണാനായിട്ട് പറ്റും. ബട്ട് ഡിസ്പ്ലേ ഓഫ് ആയിരിക്കുന്ന സമയത്ത് കാണാൻ നല്ല രസം ഉണ്ടാവും ആ ഒരു കർവേച്ചർ. സോ ബേസിക്കലി ഇത് ബെസൽ നിങ്ങൾക്ക് കൂടുതൽ ഫീൽ ചെയ്യും. പക്ഷേ പേഴ്സണലി ഒരു കാര്യം പറയും, ഈ 2 ഡിസ്പ്ലേ നോക്കുന്ന സമയത്തുണ്ടല്ലോ ഇത് ഡ്യുവൽ ക്യാമറയാണ് ഫ്രണ്ടിലുകൊണ്ട് ഒരു കുറി തൊട്ടൊരു ഫീൽ വരും. ഇതിനകത്ത് ഒറ്റ പഞ്ച് പോലെ ഉള്ളൂ. സോ
രണ്ട് സൈഡ് ബൈ സൈഡ് നോക്കുവാണെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഈ ഒരു ഡിസ്പ്ലേ ആയിരിക്കും ഭംഗി കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. എനിക്ക് കുറേ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പോവാം. രണ്ട് സ്മാർട്ട് ഫോണിൽ നിങ്ങൾക്ക് താഴെയായിട്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. നമ്മുടെ ഷവോമിയിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഇവിടെ ആയിട്ടാണ് വരുന്നത്. സോ നിങ്ങൾ ഇവിടെ കയ്യിലൊക്കെ പിടിക്കുന്ന സമയത്ത് ഇത് ഇത്ര താഴെയാണ് നമ്മുടെ ഫിംഗർ പ്രിന്റ് സ്കാനർ. ഇനി മോട്ടോറോള നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി മുകളിലേക്കാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ. സോ നമ്മൾ ഒറ്റ കൈ കൊണ്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി വലിയ കൈയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടെ മുകളിലാണെങ്കിൽ കൺവീനിയൻ്റ് ആയിരിക്കും. ബട്ട് രണ്ടിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്. സോ ഡിസ്പ്ലേ വൈസ് രണ്ട് ഡിസ്പ്ലേ നല്ലതാണ്. ഒരു അഡ്വാൻറ്റേജ് ഇത് 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ് തരുന്നുണ്ട്. പ്ലസ് കർവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് കുറച്ചുകൂടെ കാണാൻ അട്രാക്റ്റീവ് ആണ്. പ്ലസ് കളേഴ്സ് പാൻറ്റോൺ വാലിഡേറ്റഡ് ആയതുകൊണ്ട് എനിക്ക് ഇതാണ് കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസ്പ്ലേ, ഒരു കുറച്ചുകൂടി പ്രീമിയം ഡിസ്പ്ലേ ആയിട്ട് തോന്നിയത് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഇനി കമ്മിങ് ടു രണ്ട് സ്മാർട്ട് ഫോൺസിന്റെ ഹൈലൈറ്റ്, യെസ് അതിന്റെ ക്യാമറ. രണ്ടിലും ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. അത് ഷവോമിയിൽ നമ്മുടെ ലൈക്കയുടെ ആ ഒരു ക്യാമറ പരിപാടിയാണ്. ഇതിനകത്ത് ലൈക്ക ഒന്നുമില്ല. ബട്ട് നിങ്ങൾ ട്വിറ്ററിൽ ഈ ഒരു ലൈക്കയുടെ കോൺട്രവേഴ്സി എത്ര പേര് കണ്ടു കാണുമെന്നറിയില്ല. ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം ഒരു ക്യാമറ അല്ലെങ്കിൽ പോർട്രേറ്റ് ഓറിയൻറ്റഡ് ഫോണായിട്ട് ഇതിനകത്ത് 2x ടെലിഫോട്ടോ മാത്രമേ വെച്ചുള്ളൂ. പ്ലസ് ആ ഒരു വരുന്ന ഫോട്ടോസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അത്രയും ഇല്ലെങ്കിലും അടിപൊളിയാണെന്ന് ആൾക്കാർ പറയുന്നു. അങ്ങനെ കുറേ കോൺട്രവേഴ്സി നടന്നിട്ടുണ്ട് ഈ ഒരു ലൈക്ക ക്യാമറയുടെ പുറകിൽ. അല്ല അതെന്തോ ആവട്ടെ, ഈ രണ്ട് ഫോണുകളുടെയും ക്യാമറ ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ഒരു അനുഭവം എന്താണെന്ന് പറയാം. ഇതിൽ രണ്ടിലും പ്രൈമറി ക്യാമറ 50 മെഗാ പിക്സലിൻ്റെ ആണ്. 50 മെഗാ പിക്സലിൻ്റെ ആണെങ്കിലും മോട്ടറോളയിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അത് ഈ കണ്ടില്ലേ, ഈ രണ്ട് ക്യാമറയുടെ ഇടയിലുള്ള ഒരു ചെറിയ ഡോട്ട് കണ്ടില്ലേ, ഇത് ശരിക്കും പറഞ്ഞ ഒരു ലേസർ ഓട്ടോ ഫോക്കസ് ആ ഒരു സംഭവമാണ്. ഇതിനകത്ത് ആ ഒരു ലേസർ ഓട്ടോ ഫോക്കസ് ഇല്ല. ഈ ലേസർ ഓട്ടോ ഫോക്കസ് ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ ഒരു ഫോക്കസ് അടിപൊളിയാണ് മോട്ടറോളയിൽ. രണ്ട് സ്മാർട്ട് ഫോൺസിൻ്റെ ഫോട്ടോ സാമ്പിൾസ് ഞാൻ സൈഡ് ബൈ സൈഡ് കാണിച്ചു തരാം. രണ്ടിനും ഡിഫറെൻറ്റ് ടെക്സ്ചർ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് നേച്ചറാണ്. ഇതിനകത്ത് നമ്മൾ ലൈക്കയുടേതായിട്ടുള്ള കുറച്ച് അൽഗോരിതവും കാര്യങ്ങളൊക്കെ ഓടുന്നുണ്ട്. മോട്ടറോളയിൽ മോട്ടറോളയുടെ എ ഉണ്ട്, മോട്ടോ എ എന്ന് പറഞ്ഞാൽ അവരുടേതായിട്ടുള്ള അൽഗോരിതംസ് ആണ് കൂടുതൽ ഓടുന്നത്. സോ ഷവോമിയുടെ ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി മൂടി അല്ലെങ്കിൽ ആ ഒരു ഫീൽ ആയിരിക്കും വരുന്നത്. കുറച്ചുകൂടി സ്മൂത്ത് അല്ലെങ്കിൽ ഡ്രീമി അല്ലെങ്കിൽ മൂടി അങ്ങനത്തെ ഒരു ഫീൽ ആയിരിക്കും. മോട്ടറോളയാണെങ്കിൽ കുറച്ചുകൂടി ഇത് പാൻറ്റോൺ വാലിഡേറ്റഡ് ക്യാമറയാണ്. ഡിസ്പ്ലേയും പാൻറ്റോൺ വാലിഡേറ്റഡ് ആണ്, ക്യാമറയും പാൻറ്റോൺ വാലിഡേറ്റഡ്. സോ കുറച്ചുകൂടി ട്രൂ ടു ലൈഫ്, കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട്, കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫോട്ടോസ് ആണ് മോട്ടറോളയിൽ നിന്ന് വരുന്നത്. രണ്ട് സ്മാർട്ട് ഫോൺസിലും AI ക്യാമറ അഥവാ AI ഉള്ള മോഡുണ്ട്. ഷവോമിനകത്ത് AI ഓണാക്കി കഴിഞ്ഞാൽ എന്താണ് വ്യത്യാസം എന്ന് കാര്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല. ബട്ട് AI ക്യാമറ എന്ന് പറഞ്ഞ മോഡുണ്ട്. മോട്ടറോളയ്ക്കകത്ത് AI ഓണാക്കുമ്പോഴല്ലോ കുറച്ചുകൂടി ബൂസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ആ ഒരു പഞ്ചിനെസ് കൂടിയ പോലെ റെഡി ടു പോസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് ആവുന്നുണ്ട്. ഇതിന് മോട്ടറോള പറയുന്നത് മോട്ടോ AI ഫോട്ടോ എൻഹാൻസ്മെൻറ്റ് എന്തൊക്കെയാണ് ഒരു മോഡൊക്കെ ഓണാക്കാൻ പറ്റും. AI മോഡ് ആ ഒരു സംഭവം ഓണായി കഴിഞ്ഞാൽ ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ പ്രോസസ്സിംഗ് ടൈം കുറച്ച് കൂടുതലായിട്ട് നമുക്ക് മോട്ടറോളയിൽ തോന്നും. ബട്ട് ഫൈനൽ റിസൾട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഷവോമിനകത്ത് നിങ്ങൾക്ക് ലൈക്ക ഓത്തൻറ്റിക്കും ലൈക്ക വൈബ്രൻ്റ് എന്നുള്ള രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും. ബട്ട് മോട്ടറോളകത്ത് നിങ്ങൾക്ക് ഒരു ആക്ഷൻ ഷോട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു ലേസർ ഓട്ടോ ഫോക്കസ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് മൂവ് ചെയ്യുന്ന ഒബ്ജക്ട്സ് ആണെങ്കിൽ പോലും കൃത്യമായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്നത് ബ്ലർ ഇല്ലാണ്ട് മോട്ടറോളയിൽ കമ്പയർ ടു ഷവോമി. ഓട്ടോ ഫോക്കസ് ട്രാക്കിംഗ് ഉണ്ട്. ഒരാൾ അല്ലെങ്കിൽ ഒരു ക്യാറ്റോ ഒരു ഡോഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ മോട്ടറോളയിൽ നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ട്രാക്ക് ചെയ്യും. ഇതിനകത്ത് ഓട്ടോ ഫോക്കസ് ട്രാക്ക് എന്ന് പറഞ്ഞ മോഡുണ്ട്. അത് ഓണാക്കി കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കായിട്ട് ഫോക്കസ് ട്രാക്ക് ചെയ്യുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ഒരു കാര്യം ഞാൻ മോട്ടറോള ശ്രദ്ധിച്ചത്, നൈറ്റ് ഫോട്ടോഗ്രാഫി എടുക്കുമ്പോൾ മോട്ടറോള കുറച്ചുകൂടി ബ്രൈറ്റ് ആക്കാൻ, കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ആ ഒരു ബ്രൈറ്റർ ഫീൽ കൊണ്ടുവരും. ഇത് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഫീലിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കുന്നുണ്ട്. ബട്ട് രണ്ടിലും ഗ്രെയിൻസും കാര്യങ്ങളൊന്നുമില്ല. ബ്രൈറ്റർ നൈറ്റ് ഫോട്ടോസ് പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോട്ടറോളയിലേക്ക് പോവാം. ട്രൂ ടു ലൈഫ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷവോമിയിലേക്ക് പോവാം. ഇനി രണ്ടാമത്തെ ക്യാമറ നമ്മുടെ പോർട്രേറ്റ് ക്യാമറ. ഷവോമിക്കകത്ത് ഒരു 50 മെഗാ പിക്സലിൻ്റെ 2x ടെലിഫോട്ടോ ക്യാമറയാണ്. മോട്ടറോളയ്ക്കകത്ത് ഈ കാണുന്ന 64 മെഗാ പിക്സലിൻ്റെ ഒരു 3x ടെലിഫോട്ടോ പെരിസ്കോപ്പ് ക്യാമറയാണ്. യെസ്, പെരിസ്കോപ്പ് ലെൻസാണ്. ഷവോമിയിൽ നിങ്ങൾക്ക് രണ്ട് ഫോക്കൽ ലെങ്ത്തിൽ 25 മില്ലിമീറ്ററിലും 50 മില്ലിമീറ്ററിലാണ് എടുക്കാൻ പറ്റുന്നത്. മോട്ടറോളയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 ഫോക്കൽ ലെങ്ത് കിട്ടും. 25mm ഉണ്ട്, 35mm ഉണ്ട്, 50mm ഉണ്ട്, 85mm ഉണ്ട്. ഇതിൻ്റെ ആ ഒരു ലൈക്ക പ്രോസസിംഗ് കാരണം പലപ്പോഴും ഫോട്ടോസ് എടുക്കുമ്പോൾ അതിൻ്റെ സ്കിൻ ടോൺസും കാര്യങ്ങളൊക്കെ നല്ലപോലെ വ്യത്യാസമുണ്ട്. ട്രൂ ടു ലൈഫ് അല്ല, അതേപോലെ എഡ്ജ് ഡിറ്റക്ഷൻ പല സമയങ്ങളും. അതുകൊണ്ട് ഒരു പോർട്രേറ്റ് ഓറിയൻറ്റഡ് ക്യാമറ അല്ലെങ്കിൽ ക്യാമറ ഓറിയൻറ്റഡ് ഫോൺ ആയിട്ട് പോലും എഡ്ജ് ഡിറ്റക്ഷനൊക്കെ പല സ്ഥലത്തും പാളുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ആ ഒരു പ്രൊഫഷണലിസം കമ്പയർ ടു മറ്റു പോർട്രേറ്റ്സ് തോന്നിയില്ല. ഇനി ഇതിനെ നമുക്ക് 50mm വെച്ച് തന്നെ കമ്പയർ ചെയ്യാം. ബട്ട് ഇതിൻ്റെ 50mm എന്ന് പറയുന്നത് പ്രൈമറി ക്യാമറയെ ക്രോപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ ആക്ച്വലി ടെലിഫോട്ടോ വരുന്നത് 85mm. 85mm ഫോട്ടോ, അതായത് ടെലിഫോട്ടോ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇത് ഇങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടി വരും. ഇതിൻ്റെ 85mm, ഇതിൻ്റെ 50mm. ആൻഡ് 85mm ഇസ് ഫാർ ബെറ്റർ ദാൻ നമ്മുടെ 50mm. അതായത് രണ്ട് സ്മാർട്ട് ഫോൺസും ഫോട്ടോസ് അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ട്. ബട്ട് വാട്ട് കൈൻഡ് ഓഫ് ഫോട്ടോ, എന്ത് തരത്തിലുള്ള ഫോട്ടോ നിങ്ങൾക്ക് വേണം എന്നുള്ളത് വെച്ച് ചൂസ് ചെയ്യാം. സോ നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് പിന്നീട് എഡിറ്റൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്, അങ്ങനത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മോട്ടറോള ഈസ് ബെറ്റർ. ബിക്കോസ്
എടുക്കുന്ന ഫോട്ടോ കുറച്ചുകൂടി നാച്ചുറൽ അല്ലെങ്കിൽ ട്രൂ ടു ലൈഫ് ആയിട്ട് ഇതിലാണ് വരുന്നത്. ഇതിൽ കുറച്ച് ആ ഒരു അൽഗോരിതം കയറി കിടക്കുന്നുണ്ട്. ഇനി മോട്ടറോളയിൽ ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ ഉള്ളതിൻ്റെ വേറൊരു ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിനകത്ത് 100x സൂം ചെയ്യാം. അതായത് AI സൂപ്പർ സൂം എന്നാണ് പറയുന്നത്. സോ ടെക്നിക്കലി നോക്കുവാണെങ്കിൽ ഡിജിറ്റൽ സൂമാണ്, ബട്ട് പെരിസ്കോപ്പ് ലെൻസ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ക്വാളിറ്റി ലോസ് കുറച്ച് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇത് സാമ്പിൾ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇനി തേർഡ് ക്യാമറ നമ്മുടെ ഷവമിയിലുള്ളത് ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ്, 12 മെഗാ പിക്സലിൻ്റെ. മോട്ടോ എഡ്ജ് 50 അൾട്രയിലുള്ളതും ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ്, പക്ഷേ ഇത് 50 മെഗാ പിക്സലിൻ്റെ ആണ്. ഈ അൾട്രാ വൈഡ് ക്യാമറ തന്നെയാണ് മാക്രോ ക്യാമറയും. ഷവമിയിൽ മാക്രോ ക്യാമറ ഇല്ല, മോട്ടോറിൽ മാക്രോ ക്യാമറ ഉണ്ട്. ഞാൻ അൾട്രാ വൈഡ് ഫോട്ടോസ് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല വ്യത്യാസമുണ്ട് രണ്ട് സ്മാർട്ട് ഫോൺസിലും. 12 MP ആയതുകൊണ്ട് അതിൻ്റെ ലിമിറ്റേഷൻസ് കാണുന്നുണ്ട്. ആ ഒരു ലൈറ്റ് ക്യാപ്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡൈനാമിക് റേഞ്ച് ആയിക്കോട്ടെ ഇതിനകത്ത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. പ്ലസ് ഭയങ്കര ക്ലോസപ്പ് ആയിട്ട് പോയിട്ട് മാക്രോ ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിനകത്ത് മാക്രോ ഇല്ല. ഞാൻ എടുക്കുന്ന മാക്രോ ഫോട്ടോസ് 50 മെഗാ പിക്സൽ ആണ്, കാരണം സെയിം ആ ഒരു ലെൻസ് അല്ലേ. സോ എൻ്റെ കൺക്ലൂഷൻ രണ്ട് സ്മാർട്ട് ഫോൺസും ഫോട്ടോ എടുക്കാൻ ക്യാമറാസ് ആർ റിയലി ഗുഡ്. ബട്ട് ഐ വുഡ് സേ കുറച്ചുകൂടി വെർസറ്റൈൽ ക്യാമറ, കുറച്ചുകൂടി നമുക്ക് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എടുക്കുമ്പോൾ ഒറിജിനാലിറ്റി തോന്നുന്ന ഫോട്ടോസ് ഈ ഒരു മോട്ടോറോള എഡ്ജ് 50 അൾട്രയിലാണ് വരുന്നത്. ബട്ട് ഐ വുഡ് സേ നിങ്ങൾക്ക് ലൈക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത് മേടിക്കുക. ബട്ട് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ക്യാമറ വരുന്നത് മോട്ടോ എഡ്ജ് 50 അൾട്രയിലാണ്. ഫോട്ടോ മാത്രമല്ലോ, വീഡിയോ നോക്കണമല്ലോ. വീഡിയോ ബേസ് നോക്കുകയാണെങ്കിൽ രണ്ട് സ്മാർട്ട് ഫോൺസിലും 4K 60 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള ക്യാമറയാണ്. രണ്ടിൻ്റെ ഔട്ട്പുട്ട് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ഒരു കാര്യം നമ്മുടെ മോട്ടോറോളയിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് ഇതിന്റെ സ്റ്റെബിലൈസേഷൻ, കാരണം ഇതിനകത്ത് ഒപ്റ്റിക്കൽ കൂടാതെ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും കൂടി ഉണ്ട്. അതായത് AI അഡാപ്റ്റീവ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയും. അത് ഇതിനകത്തില്ല. പ്ലസ് നിങ്ങൾക്ക് ക്വാളിറ്റി ലോസ് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി മോഡുണ്ട് നമ്മുടെ ഹൊറൈസൺ ലോക്ക്. അതായത് അത് ഓണാക്കിയിട്ട് നമ്മൾ ഫോൺ ഇങ്ങനെ കറക്കിയാൽ പോലും ആ ഒരു സംഭവം ലോക്കായിട്ടിരിക്കുന്ന പരിപാടി, ആ ഒരു ഫീച്ചർ ഇതിനകത്തുണ്ട്. അത് ഇതിനകത്തില്ല. ഇപ്പോൾ വീഡിയോസ് രണ്ടും കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാ ബെറ്റർ തോന്നുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് നോക്കാം. രണ്ടിലും 4K 60 FPS സപ്പോർട്ട് ഉണ്ട്. ഇനി ഫ്രണ്ട് ക്യാമറ ഷോമിക്കകത്ത് ഡ്യുവൽ ക്യാമറയാണ്. 32 മെഗാ പിക്സൽ, ഒരു 0.6x ഒരു 1x അങ്ങനെ രണ്ട് ക്യാമറ വന്നിട്ടുണ്ട്. മോട്ടോറോളയ്ക്കകത്ത് നിങ്ങൾക്ക് ഫ്രണ്ടിൽ ഒരു ക്യാമറയെ കിട്ടുന്നുള്ളൂ. സോ ഇത് 32 MP രണ്ടെണ്ണം, മോട്ടോറോളയ്ക്കകത്ത് 50 MP ഒരു ക്യാമറയാണ്. ആൻഡ് ഇതാണ് നമ്മുടെ ഫോട്ടോ സാമ്പിൾസ്. ഷവമിക്കകത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ബ്യൂട്ടിഫിക്കേഷൻ പരിപാടികളുണ്ട്. എൻ്റെ അമ്മേ, ഈ ബ്യൂട്ടിഫിക്കേഷൻ എല്ലാം ഓണാക്കി കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ ഇങ്ങനെ സ്ക്രീനിൽ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ തന്നെയാണോ എന്ന് പോലും തോന്നിപ്പോവും. മേക്കപ്പും സകലമാന പരിപാടികളും, എന്താ പറയുക, മൂക്ക് ചെറുതാക്കാം വലുതാക്കാം, അയ്യോ സ്കിന്നും, അങ്ങനത്തെ കുറേ AI മേക്കപ്പ് പരിപാടികളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ നമ്മുടെ ഷവമിക്കകത്ത്. ആൻഡ് രണ്ട് സ്മാർട്ട് ഫോൺസിലും ഫ്രണ്ട് ക്യാമറയിൽ 4K 60 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാം. ആൻഡ് ഇതാണ് വീഡിയോ സാമ്പിൾസ്. ഇനി കമ്മിങ് ടു രണ്ട് സ്മാർട്ട് ഫോൺസിൻ്റെ പെർഫോമൻസ് വൈസ് ഇതിൽ രണ്ടിലും കാര്യമായിട്ട് വ്യത്യാസമൊന്നുമില്ല. രണ്ടും സെയിം പ്രോസറാണ്. ഇത് സ്നാപ്ഡ്രാഗണിൻ്റെ 8S Gen 3 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ഈ രണ്ട് സ്മാർട്ട് ഫോണിലുള്ളത്. 8S Gen 3 അതിൻ്റെ കൂടെ LPDDR5X RAM, UFS 4.0 സ്റ്റോറേജും. ഞാൻ അൺടു സ്കോർസ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് വൈസ് ഇപ്പോൾ ഗെയിമിങ്ങിൻ്റെ കാര്യമൊക്കെ ആയിക്കോട്ടെ രണ്ടിലും കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. രണ്ടും ഈക്വലി പെർഫോമിംഗ് ആണ്. വെൽ, ഒരു കാര്യം, ഡേ ടു ഡേ പെർഫോമൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതിൻ്റെ സോഫ്റ്റ്വെയറിലാണ്. സോഫ്റ്റ്വെയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴാണ് എനിക്ക് ഷവമി സിവിയിൽ ചെറിയ ഒരു ബുദ്ധിമുട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ഷവമി HyperOS വരുന്നത്. ഇത് Android 14 ബേസ് ചെയ്തിട്ടുള്ള HyperOS. മോട്ടോറോളയ്ക്കകത്ത് Android 14 ബേസ് ചെയ്തിട്ടുള്ള Hello UI വരുന്നത്. മോട്ടോറോളയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ Hello UI ടോട്ടലി ക്ലീൻ ആണ്. ക്ലീൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് ഇപ്പോൾ ഒന്നുമില്ല. ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്, അതേപോലെ അഡോബ് സ്കാൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്, ഫിറ്റ്ബിറ്റ് ആപ്ലിക്കേഷൻ. ഈ മൂന്നെണ്ണം അല്ലാണ്ട് വേറെ ഒരു ആപ്ലിക്കേഷനോ റെക്കമെൻഡേഷനോ ഒരു പരിപാടികളും ഇതിനകത്തില്ല. ക്ലീൻ എന്ന് പറഞ്ഞാൽ ക്ലീൻ ആൻഡ്രോയിഡാണ്. ഒരു ആഡ് ഒന്നുമില്ല. ഷവമിക്കകത്ത് വന്നു കഴിഞ്ഞിട്ടല്ലോ, അത് മാത്രമുള്ള എനിക്കൊരു ബുദ്ധിമുട്ട്. സ്മൂത്തൊക്കെ തന്നെയാണ് രണ്ട് സ്മാർട്ട് ഫോണും, ബട്ട് ഇതേ കണ്ടില്ലേ, ഇത് ഓൺ ആക്കുമ്പോൾ തന്നെ കുറേ ഗെയിംസ് ഇൻസ്റ്റാൾ ചെയ്ത് തന്നിട്ടുണ്ട്, മോർ ആപ്സ് ഇൻസ്റ്റാൾ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ അത് ഈ ആപ്പ് വോൾട്ടിനകത്ത് പോയി കഴിഞ്ഞാൽ പ്രൊമോഷൻസ് കണ്ടില്ലേ, ഹോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് ബ്ലോട്ട് വെയേഴ്സ് ഇതിനകത്തുണ്ട്. ഗെറ്റ് ആപ്സിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഇതേ കണ്ടില്ലേ മുകളിൽ വന്ന് കിടക്കുന്ന ഇങ്ങനെ ഗെറ്റ് ആപ്സ് നോട്ടിഫിക്കേഷൻ. ആൻഡ് സോഫ്റ്റ്വെയർ വൈസ് ഐ വുഡ് സേ ഞാൻ എപ്പോഴും ഒരു ക്ലീൻ ആൻഡ്രോയിഡ് പ്രിഫർ ചെയ്യുള്ളൂ കമ്പയർ ടു ഈ സാധനം. ഐ മീൻ HyperOS അവർക്കൊരു ആഡ് ഫ്രീ അല്ലെങ്കിൽ ഈ ഒരു ബ്ലോട്ട് വെയർ ഫ്രീ കൊണ്ടുവന്നില്ല. ഷവമിക്കകത്ത് നമ്മൾ AI എന്ന് പറഞ്ഞ ക്യാമറയെ കണ്ട പോലെ നമുക്ക് ഗാലറിക്കകത്ത് നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ ഇങ്ങനെ താഴത്തെ എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു എറൈസർ ഉണ്ട്. ഇവിടെ ഈ ഒരു എറൈസിനകത്ത് പോയി കഴിഞ്ഞാൽ മുകളിൽ ഒരു പ്രോ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. ആ ഒരു പ്രോ ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു AI ജനറേറ്റഡ് എറൈസിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് മാത്രമാണ് ഇതിനകത്ത് AI ആയിട്ട് ഞാൻ കണ്ടത്. നമ്മുടെ മോട്ടോറോളയ്ക്കകത്തുണ്ടല്ലോ, മോട്ടോറോളയ്ക്കകത്ത് മാജിക് ക്യാൻവാസ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. മാജിക് ക്യാൻവാസിനകത്ത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ജനറേറ്റ് ചെയ്ത് തരും ഫോട്ടോസ് ഫ്രീ ആയിട്ട്. ഒരു കാശും കൊടുക്കണ്ട, നെറ്റ് കണക്ട് ചെയ്താൽ മാത്രം മതി. എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ജനറേറ്റ് ചെയ്ത് തരും. അങ്ങനത്തെ മാജിക് ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ ജനറേറ്റീവ് AI ആണ്. നമ്മൾ ഇട്ടേക്കണ ആ ഒരു ഡ്രസ്സിൻ്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് വാൾപേപ്പർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഇവരുടെ നോട്ട്സ് ആപ്പില്ലേ, നമ്മുടെ മോട്ടോ നോട്ട്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനകത്ത് നമ്മൾ നോട്ട്സ് എന്തെങ്കിലും ടൈപ്പ് ചെയ്യുവാണെങ്കിൽ ആ ഒരു നോട്ട്സൊക്കെ നമുക്ക് AIയുടെ സഹായത്തോടു കൂടി സമ്മറൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇൻബിൽഡായിട്ട് ഈ ഒരു സമ്മറൈസ്
അങ്ങനത്തെ കുറേയധികം മോട്ടോ എഐൻ്റെ പരിപാടികൾ ഇതിനകത്ത് കുത്തിക്കയറ്റിട്ടുണ്ട് വിത്തൗട്ട് ആഡ്സ് ആൻഡ് ബ്ലോട്ട്വെയർസ്. അതേപോലെ ക്ലീൻ ആൻഡ്രോയിഡ് ആയതുകൊണ്ട് Google Oneൻ്റെ കുറച്ച് പരിപാടിയില്ല. നമ്മുടെ മാജിക് എറേസർ, ഫോട്ടോസ് ആപ്പിനകത്ത് പോയി കഴിഞ്ഞാൽ മാജിക് എറേസർ, പിന്നെ ബ്ലർ മാറ്റുക, അങ്ങനത്തെ പരിപാടി, സ്കൈ റീപ്ലേസ് ചെയ്യുക, അതേപോലെ ഡൈനാമിക്കലി എൻഹാൻസ് ചെയ്യുക, അങ്ങനത്തെ കുറേയധികം ആ ഒരു Google AIൻ്റെ പരിപാടികൾ നമുക്ക് മോട്ടോറോള ഫോണിനകത്ത് കിട്ടുന്നുണ്ട്. അത് ഇതിനകത്ത് കിട്ടുന്നില്ല. പക്ഷേ രണ്ട് സ്മാർട്ട് ഫോൺസ് തന്നെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് പ്രോമിസ് ചെയ്യുന്ന സെയിമാണ്. ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് 3 കൊല്ലത്തേക്കുള്ള OS അപ്ഡേറ്റ് രണ്ട് സ്മാർട്ട് ഫോണിലും കിട്ടുമെന്നും 4 കൊല്ലത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് രണ്ട് സ്മാർട്ട് ഫോണിലും കിട്ടുമെന്നാണ്. ബട്ട് അപ്ഡേറ്റിൻ്റെ കാര്യത്തിൽ ഇവർ രണ്ടുപേരും ഈക്വൽ തന്നെയാണ്. എനിക്ക് പറയുന്നുണ്ട്, പ്രോമിസ് ചെയ്യുന്നുണ്ട്, ബട്ട് അപ്ഡേറ്റ്സ് പലപ്പോഴും ഡിലേ ആവുന്നുണ്ട്, കിട്ടുന്നത് വൈകും, കിട്ടാറില്ല. സോ അപ്ഡേറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇതിൻ്റെ രണ്ടിനും ഒന്നും പ്രിഫർ ചെയ്യാൻ പറ്റില്ല, രണ്ടും കണക്കാണ്. ഇനി സ്പീക്കർ വൈസ് രണ്ടിലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്, രണ്ടും നല്ല ലൗഡായിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. മോട്ടോറോളയ്ക്ക് എത്തിയിട്ട് ഡോൾബി അറ്റ്മോസ്ഫിയർ സപ്പോർട്ടുള്ളതുകൊണ്ട് കുറച്ചുകൂടി ലൗഡാണ് ഇത് കമ്പാരിറ്റീവ്ലി. ഫുൾ വോളിയത്തിൽ നമ്മൾ വെച്ച് കേൾക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പതർച്ചയില്ലാതെ കുറച്ചുകൂടെ ലൗഡ് അല്ലെങ്കിൽ ഡൈനാമിക് ആയിട്ട് മോട്ടോറോളയിൽ തോന്നുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ ഷവമിക്കകത്ത് നമ്മുടെ IR റിമോട്ട് ഉണ്ട്. മോട്ടോറോളയ്ക്കകത്ത് IR റിമോട്ട് ഇല്ല, പകരം ഈ ഒരു സാധനം തന്നെ, ഈ ഒരു സ്മാർട്ട് കണക്ട് എന്ന് പറഞ്ഞിട്ട്, ഈ ഒരു സ്മാർട്ട് കണക്റ്റിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഡിവൈസൊക്കെ ആയിട്ട് പെയർ ചെയ്യുക. ഇപ്പോൾ TVയോ PCയോ ലാപ്ടോപ്പൊക്കെ ആയിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഫോണ് ലാപ്ടോപ്പിൽ നിന്നൊക്കെ കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ iOS 18 വന്ന പരിപാടിയില്ല, അത് ഇതിനകത്തുണ്ട്. പിന്നെ അതേ സ്മാർട്ട് ക്ലിപ്പ് ബോർഡ്, മൊബൈൽ ഡെസ്ക്ടോപ്പ്, ഫയൽസ് ഷെയർ ചെയ്യാം, വെബ് ക്യാം ആയിട്ട് യൂസ് ചെയ്യാം, മൗസ് കർസറൊക്കെ ലാപ്ടോപ്പിൽ നിന്ന് ഫോണിൽ നിന്ന് ലാപ്ടോപ്പിലേക്ക്, അങ്ങനത്തെ പരിപാടി, TVയുമായിട്ട് കാസ്റ്റ് ചെയ്യാം. അങ്ങനത്തെ സ്മാർട്ട് കണക്ട് പരിപാടികളുണ്ട്. ഇനി ബാറ്ററി വൈസ് രണ്ട് സ്മാർട്ട് ഫോൺ ഷവമിൽ 4700 mAh ബാറ്ററി, ഇതിനകത്ത് 4500 mAh ബാറ്ററിയാണ്. ഡേ ടു ഡേ യൂസിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ശരിയാണ്, ഇതിനകത്ത് ബാറ്ററി കപ്പാസിറ്റി കുറവും കുറച്ചുകൂടെ വലിയ സ്ക്രീനും 144 Hz ഡിസ്പ്ലേ ഒക്കെ ആയതുകൊണ്ട് ഷവമി CB കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ബാറ്ററി ബാക്കപ്പിന് കുറവാണ്. ബട്ട് മോശമെന്നല്ല, വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ബട്ട് കുറച്ച് കുറവാണ്. എന്നാൽ ഒരു കാര്യം, ഇതിനകത്ത് നിങ്ങൾക്ക് 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് കിട്ടുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് 125 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കിട്ടും. ഇനി എൻ്റെ സർപ്രൈസ് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് അറിയോ, ഞാൻ ഇതിന് ഗ്ലാസ് ബാക്ക് അല്ലേ ഷവമിയിൽ, അതുകൊണ്ട് ഞാൻ വയർലെസ് ചാർജിങ് പ്രതീക്ഷിച്ചു. എന്നാൽ വയർലെസ് ചാർജിങ് കൊടുത്തത് ഈ വുഡൻ ബാക്കുള്ള മോട്ടോറോളയിലാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇതിലില്ല. പ്ലസ് 10 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും മോട്ടോറോളയ്ക്കകത്തുണ്ട്. കൊടുക്കായിരുന്നു, ബിക്കോസ് ഗ്ലാസ് ബാക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൊടുക്കായിരുന്നു, ബട്ട് കൊടുത്തിട്ടില്ല. അതിനകത്തുണ്ട്. രണ്ട് സ്മാർട്ട് ഫോൺസിലും ടാപ്പ് ആൻഡ് പേ NFC സപ്പോർട്ട് ഉണ്ട്. മോട്ടോറോളയ്ക്കകത്ത് അൾട്രാ വൈഡ് ബാൻഡ് ചിപ്പിന് സപ്പോർട്ട് ഉണ്ട്, Wi-Fi 7 സപ്പോർട്ടും കൂടി ഉണ്ട്. ഈ രണ്ട് സ്മാർട്ട് ഫോൺസിന് RAM ROM വേരിയൻസ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് 8GB റാമും അതേപോലെ 256GB സ്റ്റോറേജ് വേരിയൻറ്റിലാണ് സ്റ്റാർട്ടിങ്. ഇത് 12GB റാമും 512GB സ്റ്റോറേജ് വേരിയൻറ്റുമാണ്. സോ ഇത് രണ്ടിൻ്റെയും സെയിം വേരിയൻറ്റ് 12GB 512GB നോക്കുവാണെങ്കിൽ ഇത് വരുന്ന എത്രയാണ്, 47,999 എന്തോ ആണ്. ഇത് 54,999 ആണ് ബിഫോർ ഓഫർ. ആഫ്റ്റർ ഓഫർ നോക്കുവാണെങ്കിൽ ഇത് 42,999, ഇത് നിങ്ങൾക്ക് 49,999. സോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, മോട്ടോറോളിൻ്റെ പ്രൈസ് കുറച്ച് കൂടുതലായിട്ട് തോന്നും. പക്ഷേ ഈ രണ്ട് സ്മാർട്ട് ഫോൺസിൻ്റെയും ഫീച്ചേഴ്സും പ്രൈസും കമ്പയർ ചെയ്യുവാണെങ്കിൽ എനിക്കെന്തോ കുറച്ചുകൂടി എന്താ പറയുക, നിയർ ഫ്ലാഗ്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ എക്സ്പീരിയൻസ് തരാൻ പറ്റുന്നത് മോട്ടോറോളയ്ക്ക്. അതിന് അൾട്രയാണ് ഒരു മോട്ടോ എഡ്ജ് 50 അൾട്ര എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു 8 Gen 3 ചിപ്സെറ്റ് പ്രതീക്ഷിച്ചു. ബട്ട് നമുക്ക് കിട്ടിയത് 8S Gen 3 ആണ്. യെസ്, ശരിയാണ്, പ്രൊസസർ വൈസ് ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ വയർലെസ് ചാർജിങ്, റിവേഴ്സ് വയർലെസ് ചാർജിങ്, ഈ ഒരു മെറ്റൽ ഫ്രെയിം, IP68 റേറ്റിംഗ്, 3x ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറ, 144 Hz പാൻടോൺ വാലിഡേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ, ഈ ഒരു വുഡൻ ഫിനിഷ്, പ്ലസ് ക്ലീൻ UI, 125 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, അങ്ങനത്തെ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫീച്ചേഴ്സ് ഒക്കെ ഇതിനകത്തുള്ളപ്പോൾ ഇതിൽ പറയാനുള്ളത് ആകെ ഒരു ലൈക്ക ക്യാമറയും പിന്നെ എല്ലാ സൈഡും കർവായിട്ട് തോന്നിക്കുന്ന എന്നാൽ ബസ്സിൽ കർവായിട്ടുള്ള ഒരു ഡിസ്പ്ലേ മാത്രം, പ്ലസ് അറിയാലോ ക്ലീൻ UI, ആഡുള്ള UI. സോ ഫൈനൽ ഡിസിഷൻ എന്തായാലും നിങ്ങളുടെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസയാണ്. സോ ആ ഒരു പൈസയ്ക്ക് കുറച്ചുകൂടെ മൂല്യം തരുന്നത് എനിക്ക് മോട്ടോറോള എഡ്ജ് 50 അൾട്ര ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്ന് ജസ്റ്റ് കമന്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ 4 പേജ് കവിയാത്ത ഉപന്യാസം ഇവിടെ അവസാനിച്ചിരിക്കുവാണ്. നന്ദി, നമസ്കാരം.